എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് ഹിന്ദി, നമ്മുടെ രാഷ്ട്രഭാഷ, അതിലെ കുറച്ച് ഗ്രാമറുകൾ, വ്യാകരണങ്ങൾ നമുക്കിന്ന് തുടങ്ങി വയ്ക്കാം. എല്ലാ ലാംഗ്വേജിലും നമ്മൾ പറഞ്ഞ പോലെ, എല്ലാ ഭാഷയിലും നമ്മൾ പറഞ്ഞ പോലെ വാക്കുകളുടെ ക്രമീകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നിഘണ്ടു അഥവാ വ്യാകരണം അഥവാ ഗ്രാമർ എന്ന് പറയുന്നത്. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ ആയതുകൊണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചൊക്കെ ഗ്രാമറുകൾ, വ്യാകരണങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ അധികം ഗ്രാമറൊന്നും വരുന്നില്ല. എന്നിരുന്നാലും വ്യാകരണമില്ലാതെ ഒരു ഭാഷ ശാശ്വതമല്ലല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചില ഗ്രാമറുകൾ ഹിന്ദിയിൽ വരുന്നത് എന്താ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. മറ്റു ഭാഷകളിലെ പോലെ തന്നെ ഹിന്ദിയിലും അക്ഷരങ്ങളുണ്ട്. അക്ഷരങ്ങള് സ്വരാക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. സ്വരാക്ഷർ, വ്യഞ്ജനാക്ഷർ, ഈ അക്ഷരങ്ങള് എല്ലാ ഭാഷയിലും പോലെ എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. അത് സ്വരാക്ഷരങ്ങള് ആ, ആ, ഇ, ഉ, ഊ, എറു, എ, ഐ, ഓ, ഔ, അം, അ. അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരം കഖ, ഗാഖ, ങ, ചാച്ച, ചാച്ച, ങ, ഠാട്ട, ഠാട്ട, ണ, ധാത്ത, ധാത്ത, ന, പാപ, പാപമ, യ, ര, ല, വ, ശ, ക്ഷ, ക്ഷത്രജ്ഞ. ഇത്തരത്തിൽ നമുക്ക് ഹിന്ദിയിലും സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഉണ്ട്. ഈ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് വാക്കുകൾ ഉണ്ടാവുന്നത്. ഹിന്ദിയിലും ധാരാളം വാക്കുകളുണ്ട്. അർത്ഥമുള്ളതുമുണ്ട്, അർത്ഥമില്ലാത്തതുമുണ്ട്. അർത്ഥമുള്ള വാക്കുകളെ നമ്മൾ കൂട്ടിച്ചേർത്ത് ചെയ്യുമ്പോൾ വാചകമുണ്ടാകും. അപ്പോൾ വാക്കുകൾ ചേർന്ന് വാചകമുണ്ടാകുന്നു. ഈ വാചകങ്ങൾ 4 തരത്തിലുണ്ട്. എല്ലാ ഭാഷയിലും എന്ന പോലെ ഹിന്ദിയിലും 4 തരത്തിലുണ്ട്. ആ 4 തരത്തിലുള്ള സെന്റൻസ്, ഒന്നാമത്തെ സെന്റൻസ് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹിന്ദിയിലെ പ്രസ്താവന, പ്രസ്താവന വാക്യ, പ്രസ്താവന വാക്യം. രണ്ടാമത്തത് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിന് വിധിരൂപം, വിധിരൂപം, മലയാളത്തിൽ വിധിരൂപം, ഹിന്ദിയിൽ വിധിരൂപം. മൂന്നാമത്തെ സെന്റൻസ് ഇംഗ്ലീഷിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് അഥവാ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദിയിൽ പ്രശ്നവാചക്, പ്രശ്നവാചക്, ചോദ്യവാക്യം എന്നർത്ഥം. നാലാമത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹിന്ദിയിൽ അത് ആശ്ചര്യവാചക് ഓർ ആശ്ചര്യസൂചക് വാചക്, അതായത് ആശ്ചര്യവാചകങ്ങൾ എന്നർത്ഥം. ഇങ്ങനെ 4 തരത്തിലുള്ള സെന്റൻസ്, വാചകങ്ങൾ നമുക്ക് ഹിന്ദിയിലും കാണാൻ സാധിക്കും. അതിൽ സാധാരണഗതിയിൽ അതിൻ്റെ ഓർഡർ ഉണ്ട്. നമുക്കറിയാം ഇംഗ്ലീഷിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് കോംപ്ലിമെന്ററി ആണ് ഓർഡർ. മലയാളത്തിലെ ഓർഡർ നമുക്ക് ചെറിയ വ്യത്യാസമുണ്ട്. സബ്ജക്റ്റ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അല്ല, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബാണ് വരിക മലയാളത്തിൽ. ഹിന്ദിയിലും ഏകദേശം ഓർഡർ വളരെ ക്ലിയർ ആണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രസ്താവന വാചകത്തിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മേം പഠിത്താ ഹെ, പഠിത്താഹും, മേം പഠിത്താഹും, ഞാൻ പഠിക്കുന്നു. അപ്പൊ സബ്ജക്റ്റ് വന്നു മേം, പട് എന്നുള്ള ക്രിയ, പഠിത്താഹും ക്രിയ വന്നു, 'ഹും' 'ഹും' 'സഹായ ക്രിയ വന്നു. അപ്പോൾ മേം പഠിത്താഹും, മേം പഠിത്താഹും, ഞാൻ പഠിക്കുന്നു. 'മേം പഠിത്താഹും' ക്രിയ വന്നു, 'ഹും' 'സഹായ ക്രിയ വന്നു. അപ്പോൾ മേം പഠിത്താഹും, മേം പഠിത്താഹും, ഞാൻ പഠിക്കുന്നു. 'മേം പഠിത്താഹും' ക്രിയ വന്നു, 'ഹും' 'സഹായ ക്രിയ വന്നു. അപ്പോൾ മേം പഠിത്താഹും,
സബ്ജക്റ്റ് ക്രിയ. ഇവിടെ പ്രത്യേകത, നമ്മളൊരു സെന്റൻസ് വെക്കുമ്പോൾ അത് സകർമ്മകമാണോ അകർമ്മകമാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ ട്രാൻസിറ്റീവ് ആൻഡ് നോൺ ഇൻട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സകർമ്മകം അകർമ്മകം. ഹിന്ദിയിൽ അതുപോലെ തന്നെ സകർമ്മക് അകർമ്മകം. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ സകർമ്മകം എന്ന് പറയുമ്പോൾ കർമ്മമുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ റൊട്ടി തിന്നുന്നു. मैं रोटी गाता हूं. मैं रोटी गाता हूं. ഞാൻ റൊട്ടി തിന്നുകയാണ്. അപ്പൊ അവിടെ മേം സബ്ജക്റ്റ്, റൊട്ടി ഒബ്ജക്റ്റ്, ഗാതാഹും എന്നുള്ളത് ക്രിയ. അപ്പൊ സബ്ജക്റ്റ് അതുപോലെ ഒബ്ജക്റ്റ് അതുപോലെ ക്രിയ. അപ്പോ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ക്രിയ ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ആ ഓർഡർ ഉണ്ട്, വേർഡ് ഓർഡർ ഉണ്ട്. ഏകദേശം മലയാളം ഹിന്ദി നമുക്ക് മനസ്സിലായി. രാമൻ രാവണനെ കൊന്നു. അപ്പോ രാമൻ രാവണൻ കൊന്നു, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബ്. ഹിന്ദിയിൽ അതെങ്ങനെ പറയും? രാംനെ രാവൺ കോ മാര. രാംനെ സബ്ജക്റ്റ്, രാവൺ ഒബ്ജക്റ്റ്, മാര വെർബ്. അപ്പോൾ മലയാളത്തിലും ഹിന്ദിയിലും വേർഡ് ഓർഡർ ഏകദേശം സെയിം ആണ്. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ്, SVOC. അതാണ് വ്യത്യാസം. അപ്പൊ ഞാനിത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എല്ലാ ലാംഗ്വേജും ഏകദേശം സിമിലർ ആണ്. അക്ഷരങ്ങളുണ്ട്, സ്വരാക്ഷരം അതുപോലെ വ്യഞ്ജനാക്ഷരം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വാക്കുകള് വളരെ ക്ലിയർ ആയിട്ട് അർത്ഥമുള്ള വാക്കുകൾ ചേർത്ത് വെക്കുമ്പോൾ, സെൻസിബിൾ ആയിട്ട് വെക്കുമ്പോൾ, വിത്ത് സെൻസ്, അത് സെന്റൻസ് ആയിട്ട് മാറും. ഹിന്ദിയിലും അതുപോലെ 4 തരത്തിലുള്ള വാചകമുണ്ട്. ഒന്നാമത്തത് പ്രസ്താവന വാക്യം. 2 വിധിരൂപം. 3 പ്രശ്നവാചക് ഓർ പ്രശ്നവാക്യം. 4 ആശ്ചര്യവാക്യം ഓർ ആശ്ചര്യ സൂചക് വാചക്. 4 തരത്തിലുള്ള സെന്റൻസ് നമ്മൾ ഹിന്ദിയിലുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഓർഡറുകൾ ഞാൻ പറഞ്ഞു, വ്യത്യാസമൊന്നുമില്ല. ചോദ്യം വരുമ്പോൾ ചോദ്യവാക്ക് വരും. അത് ധാരാളം ചോദ്യവാക്കുണ്ട്. കോൻ, ക്യാ അറിയാം നിങ്ങൾക്ക്, കിസ്, അതൊക്കെ ധാരാളം ചോദ്യവാക്കുകൾ ധാരാളം ഹിന്ദിയിലുണ്ട്. പ്രശ്നവാചകം വരുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ആശ്ചര്യ സൂചകം വരുമ്പോൾ എക്സ്ക്ലമേഷൻ വേർഡ്സ് ഉണ്ടാവും. അത് ഇവിടെ ഹിന്ദിയിലും നമ്മൾ പറയുന്ന ഉച്ചാരണങ്ങൾ അത് തന്നെയാണ്. ഹായ്, ഹൂ, അത്തരത്തിലുള്ള എക്സ്ക്ലമേഷൻ, ആശ്ചര്യം, അതും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, ഹിന്ദിയിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇമ്പറേറ്റീവ് മൂഡാണ്, ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അതിന് ഹിന്ദിയിൽ പറയാം വിധിരൂപ്. എന്താ ഹിന്ദിയിൽ പറയുക? വിധിരൂപ്. ആ വിധിരൂപം എന്ന് പറയുമ്പോൾ ഇമ്പറേറ്റീവ് മൂഡ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൽപ്പനകൾ. നമുക്കറിയാം, നമ്മൾ ഓർഡർ ചെയ്യുക, ആജ്ഞാപിക്കുക, കൽപ്പന ചെയ്യുക, അഡ്വൈസ് ഉപദേശിക്കുക, റിക്വസ്റ്റ് ചെയ്യുക, അതുപോലെ അപേക്ഷിക്കുക, നിർദ്ദേശിക്കുക, കമാൻഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസ് ഉപയോഗിക്കുക. അത് തന്നെയാണ് ഹിന്ദിയിൽ വിധിരൂപം എന്ന് പറയുക. വിധിരൂപം ഹിന്ദിയിൽ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മറ്റു ഭാഷകളെ പോലെ അല്ല ഹിന്ദി. നമ്മുടെ ഇന്ത്യ ഭാരത സംസ്കാരത്തിന് പറയുമ്പോൾ അവിടെ പറയുന്ന വ്യക്തി ആരോടാണോ പറയുന്നത് ആ വ്യക്തികളെ നമ്മൾ അവരുടെ ഗ്രേഡ് അനുസരിച്ച്, അവരുടെ ആ സ്ഥാനമനുസരിച്ച് അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. സോ പറയുന്ന വ്യക്തി ആരെയാണോ പറയുന്നത് ആ വ്യക്തിയുടെ ഗ്രേഡ് അനുസരിച്ച്, അവരുടെ സ്ഥാനം അനുസരിച്ച് അവരെ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് വിധിരൂപം പറയുമ്പോൾ
ഇംഗ്ലീഷുകാർ പറയുന്നത് പോലെ യു എന്നുള്ള സബ്ജക്റ്റ് അവിടെ ഉണ്ട്. യു ഈസ് ഇംപ്ലൈഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യു എന്നുള്ളത് അവർക്ക് താഴെയുള്ള റെസ്പെക്റ്റുള്ള നമ്മളെക്കാൾ താഴെയുള്ളവരെയും യു എന്ന് പറയാം, നമ്മളെക്കാൾ മുതിർന്നവരെയും യു എന്ന് പറയാം, നമ്മളോടൊപ്പമുള്ളവരെയും യു എന്ന് പറയാം, ദൈവത്തിനെയും യു എന്ന് പറയാം, താഴെ കാണുന്ന റോട്ടിലൂടെ നടക്കുന്ന മൃഗങ്ങളെയും യു എന്ന് പറയാം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവിടെ ഒരു സൗണ്ട് ഇഫക്റ്റ് ആണ് വരേണ്ടത്. ആ സൗണ്ട് ഇഫക്റ്റ് കൊണ്ടാണ് ഇംഗ്ലീഷിന് ആ റെസ്പെക്റ്റ് കൊടുക്കുക. യു പറയണമെന്നും ഇല്ല. പക്ഷേ ഹിന്ദിയില് നമ്മൾ പറയുന്ന വ്യക്തി ആരോടാണോ പറയുന്നത് ആ വ്യക്തിയുടെ ഗ്രേഡിനനുസരിച്ച് അവരെ നമ്മൾ ബഹുമാനിക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മളെക്കാൾ താഴെയുള്ളവരുണ്ട്, സ്ഥാനം കൊണ്ട് താഴെയുള്ളവര്, വയസ്സുകൊണ്ടല്ല സ്ഥാനം കൊണ്ട് താഴെയുള്ളവര്, നമ്മളോടൊപ്പമുള്ളവരുണ്ട്, നമ്മളെക്കാൾ മുതിർന്നവരുണ്ട്. അപ്പോൾ നമ്മളെക്കാൾ താഴ്ന്നവരുണ്ട്, നമ്മളോടൊപ്പമുള്ളവരുണ്ട്, നമ്മളെക്കാൾ മുതിർന്നവരുണ്ട്. ഈ 3 പൊസിഷൻ അനുസരിച്ചിട്ട് വേണം ഹിന്ദിയിൽ വിധിരൂപ് അഥവാ നമ്മുടെ ഇമ്പറേറ്റീവ് മൂഡ് നമ്മൾ പ്രയോഗിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ രാഷ്ട്രഭാഷ നമ്മുടെ ഹിന്ദിയിൽ സബ്ജക്റ്റിനെ നമ്മൾ പറയുമ്പോൾ 3 തിരിക്കും. അത് ടു, ഒന്നാമത്തത് ടു. ടു മീൻസ് നീ എന്ന് പറയുമ്പോൾ ഗ്രേഡ് കുറഞ്ഞു, നമ്മളെക്കാൾ താഴെയുള്ളവര് ടു. തും, നമ്മളോടൊപ്പമുള്ളവര് തും. നിങ്ങൾ എന്ന് പറയും തും. നമ്മളെക്കാൾ മുതിർന്നവര് ആ, താങ്കൾ. അപ്പൊ തു, തും, ആ. 3 തരത്തിലുള്ള സബ്ജക്റ്റ് ആണ് നമ്മുടെ വിധിരൂപത്തിൽ ഹിന്ദിയിൽ വെച്ചത്. അപ്പൊ തു, തും, ആ. തു എവിടെയാ വരിക? തു താഴെ വരുന്നു, നമ്മളെക്കാൾ റെസ്പെക്ട് കുറഞ്ഞവരെ പറയാൻ തു സബ്ജക്റ്റ് ഉപയോഗിക്കും. ഒപ്പമുള്ളവരോട് പറയാൻ നമ്മൾ തും എന്നുള്ള കർത്താവ് ഉപയോഗിക്കും. നമ്മളെക്കാൾ മുതിർന്നവരെ കുറിച്ച് പറയുമ്പോൾ ആപ്പ് എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ ആ കർത്താവ് ഉപയോഗിക്കണം. അപ്പൊ തു, തും, ആപ്പ്. ഇനി നോക്കുക, തു വരുമ്പോ, തു എന്ന് പറയുമ്പോൾ അത് സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വെർബ്, അതിൻ്റെ ക്രിയ, അത് ക്രിയാധാതു രൂപത്തിലായിരിക്കണം. അപ്പോ ടു വന്നു കഴിഞ്ഞാൽ ക്രിയയുടെ ധാതുരൂപം അഥവാ റൂട്ട് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും. അപ്പൊ ക്രിയയുടെ ധാതുരൂപമായിരിക്കണം. അപ്പൊ ടു പറയുമ്പോൾ ക്രിയാധാതു. ക്രിയാധാതു എന്താന്ന് നമുക്ക് പറയാം. തും വരുമ്പോ, നമ്മളോടൊപ്പമുള്ളവരോട് സംസാരിക്കുമ്പോൾ തും വരുമ്പോ ക്രിയാധാതുവിന്റെ കൂടെ ഓ എന്ന് ചേർക്കണം. ക്രിയാധാതു പ്ലസ് ഓ. അപ്പോ അത് തും എന്ന് പറയുന്ന, അതായത് നമ്മളോടൊപ്പമുള്ളവരോട് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് സംജാതമാകും. ഇനി ആപ്പ് വരുമ്പോ, ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ മുതിർന്നവരെ, ആപ്പ് വരുമ്പോ ക്രിയാധാതുവിന്റെ കൂടെ ഈ എ എന്ന് ചേർക്കണം. ഈ എ. അപ്പോ അവിടെ നമ്മൾ കുറേയും കൂടി റെസ്പെക്ട് കൊടുക്കുന്ന രീതിയിലേക്ക് മാറും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തു ജാ, തു ജാ, നീ പോടാ. തും ജാവോ, നിങ്ങൾ പോകുവിൻ. റെസ്പെക്ട് കൊടുത്തു, നിങ്ങൾ പോകുവിൻ. ആപ് ജായി, താങ്കൾ പോയാലും. അപ്പൊ തു ജാ, നീ പോടാ, റെസ്പെക്ട് തീരെയില്ല. തും ജാവോ, ഈക്വൽ ഇഫക്റ്റ്. അപ്പൊ തും ജാവോ, നിങ്ങൾ പോകുവിൻ. ആപ് ജായി, താങ്കൾ പോയാലും. അപ്പൊ റെസ്പെക്ട് കൂടി, നമ്മളെക്കാൾ പൊസിഷനുള്ളവരെ, മൂത്തവരെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് പറഞ്ഞു. ആപ് ജായിയെ, അത് വേണമെങ്കിലും നമ്മൾ ഹിന്ദി ശൈലി ആപ് ജായിയേനാ, താങ്കൾ പോയാലും, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമ്മൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇമ്പറേറ്റീവ് മൂഡ് വരുമ്പോൾ, വിധിരൂപം പറയുമ്പോൾ ഹിന്ദിയില് സബ്ജക്റ്റിനെ നമ്മൾ വേർതിരിച്ച് കാണണം. തു, തും, ആപ്. തു വരുമ്പോ ക്രിയാധാതുവും, തും വരുമ്പോ ക്രിയാധാതു പ്ലസ് ഓയും, ആപ്പ് വരുമ്പോ ക്രിയാധാതു പ്ലസ് ഇയെയും ചേർത്താൽ നിങ്ങൾക്ക് വിധിരൂപം ഹിന്ദിയിൽ പറയാൻ സാധിക്കും. ഇത് വളരെ സിമ്പിൾ ഗ്രാമറാണ്.
അപ്പൊ ക്ലിയർ ആണ്. തു എന്താ വരിക? ക്രിയാധാതു. തും ക്രിയാധാതു പ്ലസ് ഓ, ആപ് ക്രിയാധാതു പ്ലസ് എ. ഇതിൽ ചില ക്രിയകളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോ ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ കർ ലേ ദേ പി, കർ ലേ ദേ പി, അത് ആപ്പിന്റെ കൂടെ വെക്കുമ്പോൾ കർന്നിച്ച ചെയ്യുക എന്നർത്ഥം, ലേനിച്ച എടുക്കുക എന്നർത്ഥം, ലേനിച്ച തരിക എന്നർത്ഥം, പീനിച്ച കുടിക്കുക എന്നർത്ഥം. കർ ലേ ദേ പി എന്നുള്ള ചില ക്രിയാധാതുക്കൾ വരുമ്പോൾ അവിടെ ചില വ്യത്യാസങ്ങൾ അത് എല്ലാ ഭാഷയിലും ഉണ്ട്. ആപ്പ് വരുമ്പോ കർ എന്ന് പറയുമ്പോൾ കരിയെ എന്നല്ല പറയാ, കീജിയെ എന്നാണ് പറയുക. ദേ എന്ന് പറയുമ്പോൾ ദേയെ എന്നല്ല പറയാ, ദീജിയെ എന്നാണ് പറയുക. പി എന്ന് പറയുമ്പോൾ പി ജി എന്നാണ് പറയുക. അപ്പോ ആ കർ ലേ എന്ന് പറയുമ്പോൾ ലീജി എന്ന് പറയും. അപ്പൊ കർ ലേ ദേ പി എന്നുള്ള ചില ക്രിയാധാതുക്കൾ വരുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കാം. ബാക്കിയൊന്നും ആ നിയമത്തിന് വ്യത്യാസമൊന്നുമില്ല. തൂ വരുമ്പോ ക്രിയാധാതു, തും വരുമ്പോ ക്രിയാധാതു പ്ലസ് ഓ, ആപ്പ് വരുമ്പോ ക്രിയാധാതു പ്ലസ് ഇ. ഇതാണ് വിധി രൂപത്തിന്റെ പ്രധാനപ്പെട്ട ആ ഒരു സ്ട്രക്ചർ, ഘടന എന്നർത്ഥം. ഇനി നമുക്ക് 2-3 എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് എന്താണ് ക്രിയാധാതു എന്ന് പറയണം. ഹിന്ദിയില് റൂട്ട് ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞാൽ, ക്രിയാധാതു എന്ന് പറഞ്ഞാൽ, മൂലധാതു എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കുന്നത് ഇതാണ്. ഹിന്ദിയിലെ ക്രിയയുടെ സാമാന്യ രൂപം ഏതാന്ന് മനസ്സിലാക്കണം. ക്രിയയുടെ സാമാന്യമായിട്ടുള്ള സാധാരണ വരുന്ന രൂപം എന്താണെന്ന് മനസ്സിലാക്കണം. ക്രിയയുടെ സാമാന്യ രൂപമാണ് നാ ചേർത്ത രൂപം. ക്രിയയുടെ സാമാന്യ രൂപം നാ ചേർത്ത രൂപം. ഉദാഹരണം ധാരാളമുണ്ട്. പഠന, ലിഖന, ജാന, ദൗഡന, ഇതൊക്കെ നാ ചേർന്നിട്ടുള്ള രൂപമാണ്. ഇതാണ് ക്രിയയുടെ സാമാന്യ രൂപം. ഈ സാമാന്യ രൂപത്തില് നാ കളഞ്ഞാൽ മതി. നാ ഡിലീറ്റ് ചെയ്യുക, നാ മാറ്റിക്കളയുക. നാ നമ്മൾ മാറ്റിക്കളഞ്ഞാൽ എന്താ കിട്ടുക? റൂട്ട് ഫോം ഓഫ് ദി വെർബ് കിട്ടും. അപ്പൊ പഠന, നാ മാറ്റിക്കോളൂ, പഠ. ലിഖന, നാ മാറ്റ, ലിഖ്. ദൗഡന, നാ മാറ്റ, ദൗഡ്. ജാന, നാ മാറ്റ, ജാ. അപ്പോ ആ സാമാന്യ രൂപത്തില് നാ മാറ്റിക്കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രൂപമാണ് ക്രിയാധാതു ഓർ റൂട്ട് ഫോം ഓഫ് ദി വെർബ് അഥവാ മൂലധാതു എന്ന് പറയുക. ഇപ്പൊ ഹിന്ദിയിലെ ക്രിയാധാതു എന്ന് പറഞ്ഞാൽ നാ ചേർക്കാത്ത രൂപം. സാമാന്യ രൂപത്തിലെ നാ ചേർക്കാത്ത രൂപത്തിലെയാണ് ഹിന്ദിയിലെ ക്രിയാധാതു എന്ന് പറയുക. അപ്പോ തു വരുമ്പോ ക്രിയാധാതുവും, തും വരുമ്പോ ക്രിയാധാതു പ്ലസ് ഓയും, ആപ്പ് വരുമ്പോ ക്രിയാധാതു പ്ലസ് ഇയും ചേർത്താൽ നിങ്ങൾക്ക് ഹിന്ദി സ്ട്രക്ചർ, അതായത് വിധി രൂപം, അതായത് ഓർഡർ ചെയ്യുക, കൽപ്പന ചെയ്യുക, അതുപോലെ അപേക്ഷിക്കുക, അതുപോലെ ഉപദേശിക്കുക, നിർദ്ദേശിക്കുക എന്നീ തരത്തിലുള്ള ആ ഒരു രീതിയിലുള്ള ഒരു വർത്തമാന പ്രകടനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പോലെ യു എന്ന് മാത്രമല്ല ഇവിടെ പ്രയോഗിക്കുക. നമ്മള് വ്യക്തതയോടുകൂടി 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പറയുക. 3 കാറ്റഗറിയിലൂടെയാണ് അത് പറയുന്നത്. അത് നമ്മളെക്കാൾ താഴ്ന്നവരുത്തും, നമ്മളോടൊപ്പമുള്ളവരുത്തും, നമ്മളെക്കാൾ മുതിർന്നവര് ആ. യെസ്, നമുക്ക് വിധി രൂപം. തു ജ, നീ പോ. തു കർത്താവായിട്ട് വരുമ്പോ ക്രിയയുടെ ധാതുരൂപം മാത്രം. തു ജ, നീ പോ. തും ജാവോ, നിങ്ങൾ പോകുവിൻ. ജാ എന്നുള്ള ക്രിയാധാതുവിന്റെ കൂടെ ഓ എന്നുള്ള ഒരു ശബ്ദം. തും ജാവോ, നിങ്ങൾ പോകുവിൻ. റെസ്പെക്ട് കിട്ടി, നമ്മളോടൊപ്പം ഉണ്ട്. ആപ്പ് ജായിയെ, താങ്കൾ പോയാലും. ആപ്പ്, താങ്കൾ. റെസ്പെക്ട് കൂടി, നമ്മളെക്കാൾ മുതിർന്നവര്. ജായിയെ, താങ്കൾ പോയാലും. ഇതുപോലെ നമുക്ക് ഏത് ക്രിയ വേണമെങ്കിലും പറയാം. ഇപ്പൊ നമ്മള് നീ പഠിക്കടാ, നീ പഠിച്ചാലും എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? തു പട്ട്, നീ പഠിക്കടാ. തും പഠോ, നിങ്ങൾ പഠിച്ചാലും. ആപ് പഠിയേ, താങ്കൾ പഠിച്ചാലും. അപ്പൊ തു പട്ട്, നീ പഠിക്കുക, റെസ്പെക്ട് ഇല്ല അവിടെ. തും പഠോ, നീ പഠിക്കുവിൻ, നിങ്ങൾ പഠിക്കുവിൻ.
ആപ്പ് പഠിയേ, താങ്കൾ പഠിച്ചാൽ. അതുപോലെ ഏത് വെർബ് നിങ്ങൾ ക്രിയകൾ ഉപയോഗിച്ചാലും നമുക്ക് ഇതുപോലെ പ്രയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഹിന്ദിയിലെ വിധി രൂപം എന്ന് പറയുന്നത്. തു വരുമ്പോ ക്രിയാധാതു, തും വരുമ്പോ ക്രിയാധാതു പ്ലസ് ഓ, ആപ്പ് വരുമ്പോ ക്രിയാധാതു പ്ലസ് ഇ എ. അപ്പൊ നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ക്രിയാധാതു എന്ന് പറഞ്ഞാൽ എന്താ, മൂലധാതു എന്ന് പറഞ്ഞാൽ എന്താ. ഹിന്ദിയില് ക്രിയയുടെ സാമാന്യ രൂപം നമ്മൾ മനസ്സിലാക്കണം. ക്രിയയുടെ സാമാന്യ രൂപം എന്ന് പറഞ്ഞാല് നാ ചേർത്ത രൂപമാണ്. ക്രിയയുടെ കൂടെ നാ ചേർത്ത രൂപത്തിനെ സാമാന്യ രൂപം എന്ന് പറയും. അപ്പൊ ആന, വരിക എന്നർത്ഥം ആന, ജാന പോകുക എന്നർത്ഥം, ബൈഠന ഇരിക്കുക എന്നർത്ഥം, ദൗഡന ഓടുക എന്നർത്ഥം, അപ്പോ പഠാന പഠിപ്പിക്കുക എന്നർത്ഥം. അങ്ങനെ നാ ചേർത്തിട്ടുള്ള ക്രിയയുടെ കൂടെ നാ ചേർത്തിട്ടുള്ള രൂപത്തിനെയാണ് സാമാന്യ രൂപം എന്ന് പറയുന്നത്. ഈ സാമാന്യ രൂപത്തിലെ നാ കളയുക, നാ മാറ്റി കളയുക. അപ്പൊ സാമാന്യ രൂപത്തിലെ നാ കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണോ ആ ശബ്ദമാണ് ക്രിയാധാതു. അപ്പൊ ക്രിയയുടെ ഒറിജിൻ മൂലധാതു. അപ്പൊ ആന ക്രിയാധാതു ആ, ജാന ക്രിയാധാതു ജ, ബൈഠന ക്രിയാധാതു ബൈഠ്, ലിഖ്ന ക്രിയാധാതു ലിഖ്, പഠാന ക്രിയാധാതു പഠ. അപ്പൊ നമുക്ക് നാ കളഞ്ഞു കഴിഞ്ഞാൽ ക്രിയാധാതു കിട്ടും എന്നർത്ഥം. ക്രിയയുടെ സാമാന്യ രൂപത്തിൽ നിന്ന് നാ കളഞ്ഞു കഴിഞ്ഞാൽ ക്രിയാധാതു നമുക്ക് കിട്ടും. ഈ ക്രിയാധാതുവാണ് തു വരുമ്പോൾ നമ്മൾ പ്രയോഗിക്കുക. തും വരുമ്പോൾ ക്രിയാധാതുവിന്റെ കൂടെ ഓ എന്ന് ചേർത്ത് വെക്കണം. ആപ്പ് വരുമ്പോൾ ക്രിയാധാതുവിന്റെ കൂടെ ഇ എ എന്ന് ചേർക്കണം. ഇതാണ് ഹിന്ദിയിലെ വിധി രൂപം അഥവാ ഇംഗ്ലീഷിലെ ഇംപറേറ്റീവ് മൂഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. കർ, ലേ, ദേ, പി ഈ 4 ക്രിയാധാതുക്കൾ വരുമ്പോൾ അവിടെ ആപ്പ് എന്നുള്ള സബ്ജക്റ്റ് പ്രയോഗിക്കുമ്പോൾ, കർത്താവ് പ്രയോഗിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ആപ്പ് കാം കീജിയെ, അപ്പൊ കരിയെ എന്നല്ല പറയുക, കർ പ്ലസ് ഇയെ കരിയെ എന്നല്ല പറയുക, കീജിയെ എന്നാണ് പറയുക. വ്യത്യാസമുണ്ട്. ആപ്പ് പുസ്തക് ലീജിയെ, ലേയെ എന്നല്ല പറയുക, ലീജിയെ എന്നാ പറയുക. ആപ്പ് വഹ പുസ്തക് ദീജിയെ, ലേയെ എന്നല്ല പറയുക, ദീജിയെ എന്നാണ് പറയുക. ആപ്പ് ചായ പീജിയെ, പീയെ എന്നല്ല പറയുക, പീജിയെ എന്നാണ് പറയുക. ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കർലേ ദേഖ് എന്ന് ക്രിയാധാതുക്കൾ വരുമ്പോ, ആപ്പ് വരുമ്പോ ആപ്പ് യഹ് കാം കീജിയെ താങ്കൾ ഈ ജോലി ചെയ്താലും, ആപ്പ് പുസ്തക് ലീജിയെ താങ്കൾ പുസ്തകം എടുത്താലും, ആപ്പ് വഹ പുസ്തക് ദീജിയെ താങ്കൾ ആ പുസ്തകം തന്നാലും, ആപ്പ് ചായ പീജിയെ താങ്കൾ ചായ കുടിച്ചാലും. ആ വ്യത്യാസം മനസ്സിലാക്കുക. 4 ക്രിയാധാതുവിൽ ആപ്പ് വരുമ്പോൾ വ്യത്യാസം. അതുപോലെ ലേ, ദേ എന്നുള്ള 2 ക്രിയാധാതുക്കൾ നോക്കുക. ലേ എടുക്കുക, അതുപോലെ ദേ തരിക വരുമ്പോൾ തും വരുന്ന സമയത്ത്, തും എന്നുള്ള സെക്കൻഡ് പേഴ്സൺ നമുക്കറിയാം നിങ്ങൾ. തും ലോ, തും ലേവോ എന്നല്ല വരിക, ലേവോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, തെറ്റാണ്. തും ദോ, തും ദേവോ എന്നല്ല പറയാ, തും ദോ. അപ്പൊ ലേ, ദേ എന്നുള്ള ക്രിയാധാതുക്കൾ വരുമ്പോ ലോ, ദോ എന്നാണ് തും വരുമ്പോ പ്രയോഗിക്കുന്നത്. അപ്പൊ ക്ലിയർ ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസ് ഹിന്ദിയിൽ വിധിരൂപം എന്ന് പറയും. വിധിരൂപം വരുമ്പോ തു, തും, ആപ്പ് എന്നുള്ള 3 കർത്താക്കളാണ് ഉപയോഗിക്കുക. അപ്പൊ തു വരുമ്പോ നമ്മൾ ക്രിയയുടെ ധാതുവും, തും വരുമ്പോ ക്രിയാധാതുവിനോട് കൂടി ഓയും, ആപ്പ് വരുമ്പോ ക്രിയാധാതുവിനോട് കൂടി ഇയെയും ചേർത്താൽ നിങ്ങൾക്ക് വിധി രൂപം എന്നുള്ള ഇമ്പറേറ്റീവ് മോഡ് നമുക്ക് ഹിന്ദിയിൽ പറയാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.